വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമല്ലേ? ഇന്ന് ഞാനൊരു ക്രോഷറ്റ് ബോട്ടിൽ കവറാണ് ഉണ്ടാക്കുന്നത്. വെരി സിമ്പിൾ ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു ക്രോഷറ്റ് ബോട്ടിൽ കവറാണ് ഉണ്ടാക്കുന്നത്. സിംഗിൾ ക്രോഷ്യയും ഡബിൾ ക്രോഷ്യയും മാത്രം വെച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് അപ്പം നമുക്ക് വാട്ടർ ബോട്ടിൽ കവർ ചെയ്ത് തുടങ്ങാം. ഇത് പഴയ ബാക്കി വന്ന വോള് വെച്ചിട്ട് തന്നെ ഞാൻ ഇപ്പോഴും ചെയ്യുന്നത്. കോട്ടൺ യാണാണ് ഉപയോഗിച്ചിട്ടുള്ളത്. രണ്ടും കോട്ടൺ യാണാണ്. അപ്പോൾ സ്ലിപ്പ് നോട്ട് ഇട്ട് നമുക്ക് ചെയ്യാൻ തുടങ്ങാം. ഇത് ഞാൻ മുന്നത്തെ വീഡിയോയിലും കാണിച്ചിട്ടുള്ളതാണ്. .5 mm നീഡിലാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് 3 or 4 ചെയിൻ ഇടാം. 3 4. ഓക്കെ, എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്ത ചെയിനിലേക്ക് നീഡിൽ താഴ്ത്തി ത്രെഡിലേക്ക് കൂടി വലിച്ച് പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഇവിടെ ചെറിയൊരു ഹോള് മാത്രമേ ഉണ്ടാവൂ. ഈ ഹോളിലാണ് നമ്മൾ ഇനി 12 ഡബിൾ ക്രോഷ്യ ചെയ്യാൻ പോകുന്നത്, ഈ ഹോളിലേക്ക്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി കാണിച്ചു തരാം. 4 ചെയിൻ നമ്മൾ ഇട്ടിട്ടുണ്ട്. 4 ചെയിൻ ഇട്ട് ഒന്നാമത്തെ ചെയിൻ സ്റ്റിച്ചിലേക്ക് നമ്മൾ നീഡിൽ കടത്തി ത്രെഡ് 2 ഇതിലേക്ക് കൂടി പുറത്തേക്ക് എടുത്ത്. ഓക്കെ, എന്നിട്ട് 2 ചെയിൻ ഇടുക. 1 2. ഈ ഇട്ട 2 ചെയിന് ഞാനൊരു ഡബിൾ ക്രോഷ്യ ആയിട്ടാണ് കൂട്ടുന്നത്. അത് ഇപ്പോൾ ഇട്ടിട്ടുള്ള 2 ചെയിന് ഒരു ഡബിൾ ക്രോഷ്യ ആയിട്ടാണ് ഞാൻ കൂട്ടുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ റൗണ്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ എത്തുമ്പോൾ ചെറിയൊരു ഗ്യാപ്പ് വരും. അപ്പോൾ ആ ഗ്യാപ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ചെയ്തതിന് ശേഷം നമുക്ക് 12 ഡബിൾ ക്രോഷ്യ ആണല്ലോ വേണ്ടത്. അപ്പം ഇത് ഒഴിവാക്കിയിട്ട് 12 ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. അല്ലാതെ ഈ 2 സ്റ്റിച്ച് ഇട്ടത് ഒരു ഡബിൾ ക്രോഷ്യ ആയിട്ട് കണക്കാക്കിയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ 12 ഡബിൾ ക്രോഷ്യ, ഇനി 11 ഡബിൾ ക്രോഷ്യ ചെയ്യേണ്ടത്. ഇത് നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ ആയിട്ട് കൂട്ടുന്നത് കൊണ്ട് ഇനി 11 എണ്ണം കൂടി നമ്മൾ ഈ റൗണ്ടിലേക്ക് ചെയ്യണം. 1 2 ഓക്കെ 3 4 ഇപ്പം 4 ഡബിൾ ക്രോഷ്യ ഇവിടെ ആയിട്ടുണ്ട്. 1 2 3, അതായത് 2 ചെയിന് കൂട്ടിയിട്ട് 5 എണ്ണം ആയിട്ടുണ്ട്. ഡബിൾ ക്രോഷ്യ ആയിട്ട് നമ്മൾ ചെയ്തത് 4 എണ്ണം. അപ്പോൾ 5 എണ്ണം ആയിട്ടുണ്ട്. 2 ചെയിന് കൂടി കൂട്ടി ചെയ്തത് 1 2 3 4 5. ഇനി നമുക്ക് ബാക്കിയും കൂടി ഇതിലേക്ക് ചെയ്തെടുക്കണം. നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ ബാക്കി വന്നത് ഇതിൻ്റെ കൂടെ ഇങ്ങനെ ചേർത്ത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ യാണ് ഉള്ളിലേക്ക് പോയിക്കൊള്ളും. അപ്പം നമുക്ക് ഇനി ബാക്കിയുള്ളതും കൂടി ചെയ്തിട്ട് ഇവിടെ എത്തിയിട്ട് ജോയിൻ ചെയ്യുന്നത് കാണാം. ഓക്കെ, ഇപ്പം 12 ഡബിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ജോയിൻ ചെയ്യാം. നമ്മൾ ഫസ്റ്റ് ചെയ്ത 2 ചെയിൻ ഉണ്ടല്ലോ, 2 ചെയിൻ 1 2 ഇവിടത്തേക്ക് ഇത് സ്ലിപ്പ് നോട്ട് ഇട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടതിന് ശേഷം ജോയിൻ ചെയ്യാം. 1 2 ആദ്യം ചെയ്ത 2 ചെയിൻ സ്റ്റിച്ചിലേക്ക്, ആദ്യം ചെയ്ത 2 ചെയിൻ സ്റ്റിച്ച് ഉണ്ടല്ലോ അതിൻ്റെ രണ്ടാമത്തെ സ്റ്റിച്ചിലേക്ക് നീഡിൽ കടത്തി ത്രെഡ് ഉള്ളിലേക്ക് വലിച്ചെടുത്ത് രണ്ടാമത്തേലേക്ക് കൂടി വലിച്ചെടുത്ത് അപ്പോൾ ഫസ്റ്റ് റൗണ്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ റൗണ്ട് കിട്ടിയിട്ടുണ്ട്. 12 ഡബിൾ ക്രോഷ്യ ചെയ്ത
ആദ്യത്തെ റൗണ്ട് കിട്ടിയിട്ടുണ്ട്. ഒന്നാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ റൗണ്ട്, അതിന് 2 സ്റ്റിച്ച് ഇടുക. 1 ചെയിൻ സ്റ്റിച്ച്, 2, അതിനുശേഷം ഇതിൻ്റെ ആദ്യത്തെ ചെയിൻ സ്റ്റിച്ച് ഇട്ടതിൻ്റെ നേരെ മുകളിൽ തന്നെ ഉള്ളത്. ഇനി എല്ലാ ഗ്യാപ്പിലും, അതായത് ഓരോ ഡബിൾ ക്രോഷ്യ ചെയ്തതിൻ്റെ ഈ ഓരോ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ഗ്യാപ്പിൽ 2 ഡബിൾ ക്രോഷ്യ വീതം ചെയ്യണം. 2 ഡബിൾ ക്രോഷ്യ വീതം ചെയ്യണം എല്ലാ ഗ്യാപ്പിലും. ഈ ഡബിൾ ക്രോഷ്യ ചെയ്തതിൻ്റെ ഈ ഗ്യാപ്പിൽ ഇതിൽ എല്ലാം 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഇപ്പോൾ നമ്മൾ 2 ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. ഇനി ഒരു ഡബിൾ ക്രോഷ്യ അതേ ഇവിടെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഓക്കെ, 1, ഓക്കെ, 2. ഇപ്പോൾ 2 ഡബിൾ ക്രോഷ്യ ആയിട്ടുണ്ട്. അതായത് 2 ചെയിൻ സ്റ്റിച്ചും ഒരു ഡബിൾ ക്രോഷ്യ 2 ആയിട്ടുണ്ട്. ഇനി ഈ ഒരു ഡബിൾ ക്രോഷ്യ സ്കിപ്പ് ചെയ്തതിന് ശേഷം ഇത് സ്കിപ്പ് ചെയ്തതിന് ശേഷം ഇവിടെയാണ് അടുത്ത 2 ഡബിൾ ക്രോഷ്യ ചെയ്യേണ്ടത്. ഓക്കെ, ഒന്ന് ഈ ഗ്യാപ്പിലേക്ക് 2 ഡബിൾ ക്രോഷ്യ ഇനിയും ചെയ്യുക. 1, 2. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ 1, അടുത്തത് 2. ഓക്കെ, അതുപോലെ മുഴുവനായിട്ടുള്ള എല്ലാ ഡബിൾ ക്രോഷ്യ വരുന്ന ഗ്യാപ്പിലും 2 എണ്ണം വീതം ചെയ്യുക. അങ്ങനെ 24 ഡബിൾ ക്രോഷ്യ കിട്ടും. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ എത്തിയിട്ട് നോക്കാം. ഇപ്പോൾ 24 ഡബിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 24 ഡബിൾ ക്രോഷ്യ ഇതിന് ചുറ്റും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഇത് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ചെയ്ത ചെയിൻ സ്റ്റിച്ചിലേക്ക് 1, 2, രണ്ടാമത്തെ സ്റ്റിച്ചിലേക്ക് ഇത് ഇപ്പോൾ രണ്ടാമത്തെ റൗണ്ടും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആദ്യത്തേത് 12 ഡബിൾ ക്രോഷ്യ, രണ്ടാമത്തേത് 24 ഇൻക്രീസ് ചെയ്ത് 24 ഡബിൾ ക്രോഷ്യായി. ഇനി നമുക്ക് റൗണ്ട് 3 ചെയ്യാം. അതിനുവേണ്ടി നേരത്തെ കാണിച്ച പോലെ തന്നെ 2 ചെയിൻ സ്റ്റിച്ച്, 1, 2. ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് 12 ഡബിൾ ക്രോഷ്യ, ഇത് 24 ഡബിൾ ക്രോഷ്യ. ഇനി ഇവിടെ വരേണ്ടത് 36 ഡബിൾ ക്രോഷ്യ ഇവിടെ വരേണ്ടത്. അതിനുവേണ്ടി നമ്മളിപ്പോൾ ഫസ്റ്റ് ചെയ്തത് 2 ചെയിന്, ഇത് ഒരു ഡബിൾ ക്രോഷ്യ ആയിട്ടാണ് കൂട്ടുന്നതെന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ 2 ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. ഈ മൂന്നാമത്തെ റൗണ്ടിൽ നമുക്ക് വേണ്ടത് 36 ഡബിൾ ക്രോഷ്യാണ്. അതിനു വേണ്ടി ആദ്യം ചെയ്തിട്ടുള്ള ഒരു ഡബിൾ ക്രോഷ്യ, ഇത് ഒരു ഡബിൾ ക്രോഷ്യ. ഇനി അടുത്ത ഡബിൾ ക്രോഷ്യയുടെ ഗ്യാപ്പിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്യണം. 1, 2. ഇപ്പം 3 ഡബിൾ ക്രോഷ്യ ആയിട്ടുണ്ട്. ഇനി അടുത്ത ഗ്യാപ്പിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യേണ്ടത് 1. ഓക്കെ, അപ്പോൾ 36 ഡബിൾ ക്രോഷ്യാണ് മൂന്നാമത്തെ ഇതിൽ വേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഒരു ഡബിൾ ക്രോഷ്യ, അതിൻ്റെ കൂടെ വരുന്ന ഗ്യാപ്പിൽ 2 ഡബിൾ ക്രോഷ്യ, പിന്നെ ഒരു ഡബിൾ ക്രോഷ്യ, പിന്നെ 2 ഡബിൾ ക്രോഷ്യ. അങ്ങനെയാണ് എല്ലാ ഗ്യാപ്പിലും ചെയ്യേണ്ടത്. ഒരു ഡബിൾ ക്രോഷ്യ ഒരു ഗ്യാപ്പിൽ ചെയ്യുക, അടുത്ത ഗ്യാപ്പിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. അങ്ങനെയാണ് ഇത് മുഴുവൻ ചെയ്യേണ്ടത്. ഇതിന് 36 ഡബിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം ഇവിടെ ജോയിൻ ചെയ്യുന്നത് കാണിക്കാം. ഓക്കെ, ഇപ്പോൾ മൂന്നാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 36 ഡബിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് നമുക്ക് ഫസ്റ്റ് ചെയ്ത 2 ചെയിൻ സ്റ്റിച്ച് ഉണ്ടല്ലോ, അതിൻ്റെ രണ്ടാമത്തെ സ്റ്റിച്ചിൽ നമുക്കത് സ്ലിപ്പ് നോട്ട് ഇട്ട് പൂർത്തിയാക്കി. ഇപ്പം മൂന്നാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ആയി. ഇനി നാലാമത്തെ റൗണ്ട്. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് വാട്ടർ ബോട്ടിൽ ഇതാണ്. അപ്പോൾ ഇതിന് കറക്റ്റ്
ഇത്രയേ ആവശ്യമുള്ളൂ, ഈ 3 റൗണ്ടേ ആവശ്യമുള്ളൂ. ഇനി ഈ 3 റൗണ്ടേ ആവശ്യമുള്ളൂ. അപ്പോൾ ഞാനിവിടെ വെച്ച് ഈ 3 റൗണ്ട് വെച്ച് നിർത്തുന്ന. ഇനി മേലോട്ടുള്ള ഇതിന് റൗണ്ട് മേലോട്ട് വരാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് മേലോട്ടേക്ക് ഇനി ഇങ്ങനെ വരാൻ വേണ്ടിയിട്ടുള്ളതാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇനി കാണുന്ന എല്ലാ ഡബിൾ ക്രോഷ്യയിലും നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്യാൻ പോകുന്നത്. സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നത് ഇവിടെ ഈ ഭാഗത്താണ് ചെയ്യുന്നത്. ഈ സ്ഥലത്താണ് സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നത്. ഒരു ചെയിൻ ഇട്ടതിന് ശേഷം കാണുന്ന എല്ലാ സ്റ്റിച്ചിലും സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ഇപ്പോൾ സിംഗിൾ ക്രോഷ്യ നമ്മൾ ഒരു ലൈന് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 36 സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഇവിടെ ജോയിൻ ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അവിടെ നമുക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ. ഇനി അടുത്ത എത്ര ലൈന് വേണ്ടിക്കും ഇപ്പം മുഴുവനായിട്ട് സിംഗിൾ ക്രോഷ്യ വെച്ചിട്ടും ചെയ്യാം, അല്ലെങ്കിൽ ഒരു 2, 3, 4 സിംഗിൾ ക്രോഷ്യ ഇനിയും ചെയ്യുക. അതായത് ഇതിന്റെ മേളിലേക്ക് 2, 3 ചെയ്യാം, അല്ലെങ്കിൽ 2 ചെയ്യാം. അങ്ങനെ വെച്ച് ചെയ്തിട്ടും നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ അടുത്ത ലൈനും ഒരു സിംഗിൾ ക്രോഷ്യയും കൂടി ചെയ്യുന്നുണ്ട്. അതിനു വേണ്ടി ഒരു ചെയിൻ ഇട്ടതിന് ശേഷം അടുത്ത വരുന്ന എല്ലാ സിംഗിൾ ക്രോഷ്യയിലും ഒന്നുകൂടി നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്യുക. അതായത് ഓരോ ഈ സ്ഥലത്ത് നേരത്തെ കാണിച്ചല്ലോ, ഇവിടെ ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇനി ഇത് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇവിടെ എത്തിയിട്ട് ജോയിൻ ചെയ്യാം. ഇപ്പം ഞാനിവിടെ സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ടുള്ളത് 2 ലെയർ മാത്രമേ ചെയ്തിട്ടുള്ളൂ. 1, 2 മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ഇനി അടുത്ത പാറ്റേൺ നമുക്ക് ചെയ്യാം. അതിനു വേണ്ടി ആദ്യം 4 ചെയിൻ ഇടണം. 4 ചെയിൻ. 1, 2, 3, 4. ഓക്കെ. 4 ചെയിൻ ഇട്ടതിന് ശേഷം ഒരു സിംഗിൾ ക്രോഷ്യയുടെ സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ടില്ല, അത് സ്കിപ്പ് ചെയ്തതിന് ശേഷം രണ്ടാമത്തേതിൽ ഡബിൾ ക്രോഷ്യ ചെയ്യണം. ഡബിൾ ക്രോഷ്യ. ഓക്കെ. 1 സ്കിപ്പ് ചെയ്തതിന് ശേഷം രണ്ടാമത്തേതിൽ ഡബിൾ ക്രോഷ്യ. ഓക്കെ. ഇത് 1, 2, 3 ഒരു ഡബിൾ ക്രോഷ്യ ആയിട്ടാണ് ഇവിടെ കൂട്ടുന്നത്. പിന്നെ ഒരു ചെയിന് വിട്ടതിന് ശേഷം അടുത്ത സിംഗിൾ ക്രോഷ്യയിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യ. ഇവിടെ ഞാൻ 3 ചെയിനാണ് ഡബിൾ ക്രോഷ്യ ആയിട്ട് എടുക്കുന്നത്. ഓക്കെ. അതിനുശേഷം ഒരു ചെയിന്, 1 വിട്ടതിന് ശേഷം അടുത്ത ഡബിൾ ക്രോഷ്യ. ഓക്കെ. അടുത്തതിൽ ഒരു ഡബിൾ ക്രോഷ്യ. ഓക്കെ. ഇനി ഇത് നമ്മൾ ഇതുപോലെയാണ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇവിടെ മുഴുവൻ ഓരോ സിംഗിൾ ക്രോഷ്യ വിട്ടതിന് ശേഷം അടുത്തതിൽ ഡബിൾ ക്രോഷ്യ ചെയ്ത് ഒരു ചെയിൻ ഇട്ടതിന് ശേഷം ഡബിൾ ക്രോഷ്യ ചെയ്ത് ഇവിടെ വരെ എത്തിയിട്ട് നമുക്ക് ജോയിൻ ചെയ്യാം. ഇപ്പം നമ്മൾ ഇത് കൂടി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്യാൻ വേണ്ടി ഒരു സിംഗിൾ ക്രോഷ്യയുടെ ലൈന് വിട്ടതിന് ശേഷം
ഇവിടെ 1 2 മൂന്നാമത്തെ സ്റ്റിച്ചിലാണ് ചെയിനിലാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഞാനിനി ഒരു റൗണ്ടും കൂടി ഇതേപോലെ ചെയ്യുന്നുണ്ട്. അടുത്ത റൗണ്ടും കൂടി ഡബിൾ ക്രോഷ്യ വൈറ്റ് കളർ തന്നെയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ കളർ മാറ്റുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ റൗണ്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി അടുത്ത റൗണ്ട് ചെയ്യുമ്പോൾ ഈ ഗ്യാപ്പിൽ ഇവിടെ സ്ലിപ്പ് നോട്ട് ഇടണം. ഓക്കെ, സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് നമ്മൾ ഇനി അടുത്തത് നേരത്തെ ചെയ്തതുപോലെ 4 ചെയിന് 1 2 3 4 ഇതിന് ഇങ്ങോട്ട് ചെയ്യുന്നതെല്ലാം ഇതുപോലെ 4 ചെയിൻ ഇട്ടിട്ട് തന്നെ ചെയ്യേണ്ടത്. എന്നിട്ട് ഡബിൾ ക്രോഷ്യ അടുത്ത ഗ്യാപ്പിൽ ഡബിൾ ക്രോഷ്യ. ഓക്കെ, ഇനി ഒരു ചെയിന്, അതിനുശേഷം അടുത്ത ഗ്യാപ്പിൽ ഡബിൾ ക്രോഷ്യ. ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുക. ഒരേ കളർ വെച്ച് തന്നെയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ കണ്ടിന്യൂ ചെയ്ത് ബോട്ടിലിൻ്റെ നീളം എത്രയാണോ അതിനനുസരിച്ച് എടുക്കുക. അല്ലെങ്കിൽ കളർ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഞാൻ മൂന്നാമത്തെ, ഇപ്പോൾ ഇവിടെയുള്ള 1 2 മൂന്നാമത്തെ റൗണ്ടിൽ ഞാൻ കളർ ചേഞ്ച് ചെയ്യുന്നുണ്ട്, അത് കാണിച്ചു തരാം. അപ്പോൾ ഇത് 2 വൈറ്റ് കളറുള്ളത് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ ജോയിൻ ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഇവിടെ ബേക്കിലേക്ക് മാറ്റിയ മുന്നത്തെ വീഡിയോ എല്ലാം കാണിച്ചിട്ടുണ്ട്. ടൈ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ പിന്നെ നമ്മളെ സൂചി ഉണ്ടല്ലോ, സൂചി എടുത്ത് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി. അല്ലെങ്കിൽ നീഡിൽ വെച്ച് തന്നെ വലിച്ച് ടൈറ്റാക്കി കൊടുത്താലും മതി. ഇനി അടുത്ത കളറിലേക്ക് ഞാൻ പോകുന്നു, അടുത്ത കളർ ചെയ്യാൻ പോകുന്ന. ഓക്കെ, അത് നേരത്തെ കാണിച്ചിട്ടുണ്ട്, സ്ലിപ്പ് നോട്ട് ഇടുന്നതൊക്കെ. 4 ചെയിൻ ചെയ്തതിലേക്ക് നമ്മൾ സ്ലിപ്പ് നോട്ട് ഇടുക. ഓക്കെ, ഒന്നുകൂടി നേരത്തെ കാണിച്ച പോലെ ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ അവിടത്തേക്ക് സ്ലിപ്പ് നോട്ട് ഇട്ട് എടുക്കുക. ഓക്കെ, ഇനി 4 ചെയിന് 1 2 3 4. ഓക്കെ, ഇനി അടുത്ത ഗ്യാപ്പിൽ ഡബിൾ ക്രോഷ്യ. 1 ഒരു ചെയിന്, അടുത്ത ഗ്യാപ്പിൽ ഒരു ഡബിൾ ക്രോഷ്യ, ഒരു ചെയിന്. ഇനി ഞാനിത് ഈ ഒരു അടുത്ത ലൈന് മാത്രമേ ഈ കളർ ചെയ്യുന്നുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെയും വൈറ്റ് തന്നെ 2 ചെയ്യും. ബോട്ടിലിൻ്റെ എത്രയാണോ വേണ്ടത് അതുവരെ ഞാനത് ചെയ്യും. ഇനി ഇതുപോലെ ഞാൻ ഇവിടെ ഈ ഒരു ലൈന് മാത്രമേ ഈ കളർ ചെയ്യുന്നുള്ളൂ. അടുത്തത് 2 ലൈന് ചെയ്യുന്നത് വൈറ്റ് തന്നെയാണ്. പിന്നെ ഒരു ലൈന് ഇത് ചെയ്യും. അതുപോലെ ഇവിടം വരെ ഞാൻ ചെയ്യും. നമ്മളിപ്പം 11 റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകുന്നത് ഞാൻ സിംഗിൾ ക്രോഷ്യാണ് ഈ അടുത്ത 2 ലൈൻ ചെയ്യാൻ പോകുന്നത്. സിംഗിൾ ക്രോഷ്യ നമ്മളിവിടെ ചെയ്തിട്ടുണ്ടല്ലോ, അതുപോലെ സിംഗിൾ ക്രോഷ്യാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് വൈറ്റ് വെച്ചിട്ട് ഞാൻ ഇതിന് ഹാൻഡിൽ നമ്മൾ തൂക്കിയിടാൻ വേണ്ടിയിട്ട് ഹാൻഡിൽ ഉപയോഗിക്കൂലേ, അതാണ് ചെയ്യുക വൈറ്റിനെ കൊണ്ട്. ഈ 4 ചെയിന് ചെയ്തെടുക്കുകയാണ് ഇപ്പം ചെയ്യുന്നത്. ഓക്കെ, നീഡിലുള്ളിലേക്ക് കടത്തി ഇനി ഒരു ചെയിൻ ഇട്ടതിന് ശേഷം നെക്സ്റ്റ് മുകളിലുള്ള ചെയിനിൽ ഓക്കെ സിംഗിൾ ക്രോഷ്യ, താഴെ ചെയ്ത് അതേപോലെ തന്നെ സിംഗിൾ ക്രോഷ്യ, എല്ലാ സ്റ്റിച്ചിലും സിംഗിൾ ക്രോഷ്യ ചെയ്യുക. 2 ലൈന് മാത്രമേ ചെയ്യുന്നുള്ളൂ ഞാൻ. അടുത്ത ഒരു ലൈനും കൂടി ചെയ്യും. ഞാനിവിടെ മെറൂൺ സിംഗിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 2 ലൈന് സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വൈറ്റ് ഒരു റൗണ്ടും കൂടി ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഹാൻഡിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു വേണ്ടി ഞാൻ 5 സിംഗിൾ ക്രോഷ്യയിലാണ് ഞാൻ ചെയ്യുന്നത്. 1 2 3 4 5. ഓക്കെ, അപ്പോൾ ഇവിടെ എത്താൻ വേണ്ടിയിട്ട് ഞാൻ സ്ലിപ്പ് സ്റ്റിച്ച് ഇടുന്നുണ്ട്. സ്ലിപ്പ് സ്റ്റിച്ച് ഓക്കെ, 1
2 ഓക്കെ. 2 സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടതിന് ശേഷം ഞാനിത് ടേൺ ചെയ്യുക. ഞാൻ തിരിച്ചിട്ട് ഓക്കെ 1 2 ഡബിൾ ക്രോഷ്യ വെച്ചിട്ട് ഞാൻ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി അടുത്തത് 1 ഇപ്പോൾ 2 ഡബിൾ ക്രോഷ്യ ആയിട്ടുണ്ട്. ഒരു ചെയിനും ഒരു ഡബിൾ ക്രോഷ്യ, രണ്ട് ചെയിൻ വെച്ച് ചെയ്തത് ഒരു ഡബിൾ ക്രോഷ്യ. ഇനി ഒന്നുകൂടി, ഇനി മൂന്നാമത്തെ ഡബിൾ ക്രോഷ്യ. ഓക്കെ 4 5 ഓക്കെ. അഞ്ചെണ്ണം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ചെയ്ത് വെച്ച ഇതിൻ്റെ ഉള്ളിലേക്ക് ക്രോഷ്യ നീഡിൽ വെച്ചിട്ട് തന്നെ നമുക്ക് അത് കയറ്റി വിടാം, അല്ലെങ്കിൽ കെട്ടിയതിന് ശേഷം കട്ട് ചെയ്ത് വിട്ടാൽ മതി. ഇനി ഇത് ഇങ്ങോട്ടേക്ക് ടേൺ ചെയ്യുക. അതിന് ശേഷം 1 2 ചെയിൻ ഇട്ടതിന് ശേഷം ടേൺ ചെയ്യുക. അടുത്ത ഡബിൾ ക്രോഷ്യയിലേക്ക് നമുക്ക് ചെയ്യാം. അടുത്ത ഡബിൾ ക്രോഷ്യയിലേക്ക് ഓക്കെ 3 5 ആയിട്ടുണ്ട്. ഇതാ ഓക്കെ. ഇനി അടുത്തത് ചെയ്യുമ്പോൾ 2 ചെയിൻ ഇട്ടതിന് ശേഷം ടേൺ ചെയ്ത് അടുത്ത നെക്സ്റ്റ് ഡബിൾ ക്രോഷ്യയിലേക്ക് ഡബിൾ ക്രോഷ്യ ചെയ്യാം. അടുത്തതിലേക്ക് ഓക്കെ ലാസ്റ്റ് റൗണ്ടിലേക്ക്, ലാസ്റ്റ് ചെയിനിലേക്ക്. ഇപ്പോൾ 3 റോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ച്, ലെങ്ത്ത് വേണ്ടുന്നതിനനുസരിച്ച് കൂട്ടി നമുക്ക് ഹാങ് ചെയ്യാൻ പറ്റിയ വിധത്തിൽ കൂട്ടിയിട്ട് ചെയ്താൽ മതി. ഇതില്ലാതെയും ജസ്റ്റ് ഇതും ഹാൻഡിലില്ലാതെ ജസ്റ്റ് ഇത് മാത്രമായിട്ട് ചെയ്തിട്ടും വെക്കാം. നമുക്കൊരു ഭംഗിയായ ഒരു വാട്ടർ ബോട്ടിൽ കൊണ്ട് നടക്കണോ അല്ല അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഹാൻഡിൽ കുറച്ച് ചെയ്ത് കാണിച്ചു തരാം. ഇനി ഇവിടെ ഇത് കുറച്ചുകൂടി ചെയ്തതിന് ശേഷം ജോയിൻ ചെയ്യുന്നത് കാണിക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇതിൻ്റെ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇത്ര ഈ ചെറിയ ഒരു ഇതിലേ ആക്കിയിട്ടുള്ളൂ. നിങ്ങൾക്ക് വലുത് വേണമെന്നുണ്ടെങ്കിൽ, അതായത് ഷോൾഡറിലേക്ക് കൂടി ഇട്ട് ഇങ്ങനെ തൂക്കി വിടാനാണെങ്കിൽ കുറച്ചുകൂടി വലുതാക്കിയിട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടി മാത്രം ഇത്ര ചെയ്തതാണ്. ഡബിൾ ക്രോഷ്യ വെച്ചിട്ടാണ് ഇതിപ്പോൾ ഈ ഹാൻഡിലെല്ലാം ചെയ്തിട്ടുള്ളത്. ഇനി ഇതിവിടെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് കുറച്ച് വൂള് നമ്മൾ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇത് പുറത്തേക്ക് ഇങ്ങനെ വലിച്ചെടുത്തിട്ട് ഇതിനി ഇവിടത്തേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടുന്ന് 14 സ്റ്റിച്ച് വിട്ടതിന് ശേഷം 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 ഓക്കെ. അപ്പോൾ ഇവിടെ 14 സ്റ്റിച്ച് വിട്ടതിന് ശേഷം 15ാമത്തെ ഇതിൽ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ഓക്കെ, പതിനാല് സ്റ്റിച്ച് വിട്ടതിന് ശേഷം 15ാമത്തെ സിംഗിൾ ക്രോഷ്യയിൽ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് ഇതിലേക്ക് കൂടി അടുത്ത് ഇതിൻ്റെ 2ാമത്തെ ഇതിലേക്ക് കൂടി കടത്തി വിടും. ഓക്കെ, ഇനി അടുത്തത് ചെയ്യുമ്പോൾ ഇവിടെ 3ാമത്തെ ഡബിൾ ക്രോഷ്യയിലേക്ക് കൂടി കടത്തി 3ാമത്തെ ഡബിൾ ക്രോഷ്യയിലെ കൂടി തിരിച്ച് ഇവിടെ എടുക്കുക. ഓക്കെ, ഇനി 4ാമത്തെ ഡബിൾ ക്രോഷ്യയിലേക്ക് കൂടി കടത്തി 4ാമത്തെ ഡബിൾ ക്രോഷ്യയിൽ 4ാമത്തെ സിംഗിൾ ക്രോഷ്യയിലെ കൂടി എടുത്ത് 4ാമത്തെ ഡബിൾ ക്രോഷ്യയിൽ
സ്റ്റിച്ച് ചെയ്യുക. ഓക്കെ, ഇനി അഞ്ചാമത്തെ ലാസ്റ്റ്, ഇത് അഞ്ചാമത്തത്. ഓക്കെ, അഞ്ചാമത്തെ ഡബിൾ ക്രോഷ്യയുടെ മേലെ കൂടി എടുത്ത് താഴത്തെ സിംഗിൾ ക്രോഷ്യയിലെ അഞ്ചാമത്തെ ഇതിലൂടെ താഴേക്ക് എടുക്കുക. അതിനുശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കണമല്ലോ. തിരിച്ച് ഒന്നുകൂടി ഡബിൾ ക്രോഷ്യയിലേക്ക് കടത്തി വിട്ടതിന് ശേഷം ഒന്ന് ടൈറ്റ് ആക്കുക. അതിനുശേഷം തിരിച്ചിട്ട് ഇവിടെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്നുകൂടി ഇതുപോലെ ചെയ്ത് കൊടുക്കുക. 1 2 ഓക്കെ 3. ഇപ്പോൾ ഇതൊന്ന് ടൈറ്റ് ആയിട്ടുണ്ട്. നമ്മൾ സാധാ ചെയ്യുന്നത് പോലെ സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ ഒന്ന് ടൈറ്റാക്കി കൊടുക്കുക. അങ്ങനെ ചെറുതായി മുറിച്ചതിന് ശേഷം കട്ട് ചെയ്തതിന് ശേഷം ഇത് ഇതുപോലെ ഉള്ളിലേക്ക് നമുക്ക് ഇതുപോലെ ഉള്ളിലേക്ക് ഇതിൻ്റെ സ്റ്റിച്ച് ഇതുപോലെ വലിച്ച് നമുക്ക് കൊടുക്കാം. ഓക്കെ, ഇതുപോലെ എടുക്കുക. എന്നിട്ട് ഇത് കട്ട് ചെയ്ത് വിടുക. കവർ നമ്മൾ ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ബോട്ടിലൊന്ന് ഇതിലിട്ട് നോക്കാം. ഇതിപ്പോൾ ഞാൻ കറക്റ്റ് അളവിലാണ് ഇതിനിങ്ങനെ ടൈറ്റായി നിൽക്കുന്ന രീതിയിലാണ് ഇട്ടിട്ടുള്ളത്. ഇതിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് റൗണ്ട് കൂട്ടണം എന്നുണ്ടെങ്കിൽ ഞാനത് ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ചെയ്താൽ മതി. ഇതിന് ഇതായി ഇപ്പം നമുക്കിങ്ങനെ കയ്യിലിങ്ങനെ തൂക്കി പിടിക്കാം. ജസ്റ്റ് വേണ്ടിക്കിൽ ഷോൾഡറിലേക്കും നമുക്ക് ഇടാം. അപ്പോൾ ഇന്ന് ഉണ്ടാക്കിയ ക്രോഷറ്റ് ബോട്ടിൽ കവർ എല്ലാവർക്കും ചെയ്തത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം, എന്നിട്ട് അഭിപ്രായം അറിയിക്കണം. വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്ന പാറ്റേണാണ് ഞാനിപ്പോൾ ഇതിൽ കാണിച്ചിട്ടുള്ളത്. ഡബിൾ ക്രോഷ്യയും സിംഗിൾ ക്രോഷ്യയും മാത്രം വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.